ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് മക്കളും കൊണ്ടൊന്ന് ബീച്ചിൽ പോവാണ്. പൊതുവേ ഞങ്ങൾ ഇപ്പൻ്റെ അമ്മൻ്റെ കൂടെയൊക്കെയാണ് ബീച്ചിലേക്ക് പോക്ക്. കാരണം ഇവിടുന്ന് നടക്കാൻ കുറച്ചുണ്ട് ബസ് കയറാനൊക്കെ. അപ്പോൾ ഇങ്ങനെ പോവാറില്ല. ഇതുപോലെ പോക്ക് നല്ല റിസ്ക്കാണ്. കാരണം ഹൈഫൻ്റെ ഈ ഓട്ടം എടുക്കലൊക്കെ പറഞ്ഞാൽ നല്ല പാടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാഹസികത്തിനൊന്നും നിൽക്കാറില്ല. പിന്നെ ഇന്നെന്തായാലും നമുക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനും നാത്തനും കൂടിയും മക്കളൊക്കെ ആയിട്ട് ബസ്സിൽ തന്നെ കയറാം, കുഴപ്പമില്ല, എന്താവും സ്ഥിതി എന്നൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി കൊണ്ടുപോവാണ്. എന്തായാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാൻ നല്ല രീതിക്ക് ക്ഷീണിച്ച് ഒന്നുമില്ല, നമുക്ക് നടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇറക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി, ബസ് വന്ന് അപ്പം തന്നെ ബസ്സിലൊക്കെ കയറി. നയറക്കൊക്കെ നല്ല ഉറക്കമുണ്ട്, അതിനെ കൊണ്ടാക്കി ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പം തന്നെ നയർ അതിൻ്റെ അകത്ത് കയറി അപ്പം തന്നെ കിടന്നുറങ്ങി. ഐഫക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടാളും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവൾ ഉറങ്ങാതെ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ പിടിച്ച് ബീച്ചിലേക്ക് വിടാണ്. ഇപ്പോഴും നയർ ഉറങ്ങിയെടുത്തൊന്നും എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ ഐഫർ ഉമ്മയൊക്കെ ബീച്ചിൽ ഇപ്പോൾ എത്തല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി, അവിടെ ഇറങ്ങി പൈസ ഒക്കെ കൊടുത്ത് നേരെ അവിടെ പോയി ഇരിക്കുക എന്നുള്ളതിലാണ്. കാരണം നല്ല കാലുകടിച്ചിലും ഊരവേദനയൊക്കെ ഉണ്ട്, എടുത്ത് നടന്നതല്ലേ. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പം തന്നെ ഇങ്ങനെ കണ്ടത്, എന്തോ ഒരു ഇതിൻ്റെ മുകളിൽ കാക്ക കുടുങ്ങി കിടക്കാണ്. അതിനൊക്കെ രക്ഷിച്ച് പിന്നെ അവർ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണേ. ഇവളെ ഉറക്കത്തുനിന്ന് എണീറ്റതിനെ കൊണ്ട് ഒരു അന്തം കുന്തം ഇല്ല. അപ്പം ഉണ്ട് അവിടെ കുറേ ആൾക്കാർ കൂടിക്കണം. എന്താ സംഭവം നോക്കാൻ പോയപ്പോൾ എന്തോ മാജിക് എന്തോ ആണ്. എല്ലാവരും കണ്ടു നിന്ന്, പക്ഷെ കുറച്ച് ആൾക്കാരെ പൈസ കൊടുത്തിട്ടുള്ളൂ, പാവം. എന്നാൽ കുറച്ച് നേരം കടലൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നപ്പോൾ അതിന് മക്കൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ്, എന്നാൽ വേഗം അവിടെ നിന്ന് വിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ കടയിലേക്ക് കയറി. പൊതുവേ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. കാരണം ഒന്നാമത് വൃത്തിയാണ് പ്രശ്നം. പക്ഷെ ഇത് മലയാളീസ് നടത്തണതാണ്, നല്ല വൃത്തിയുള്ള കട ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയറിയതാണ്. പിന്നെ ഏത് വാങ്ങണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഇത് തിന്നിട്ടില്ലല്ലോ, അപ്പോൾ ഏതാ ടേസ്റ്റ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഇത് സേവ് പൂരിയാണ് എന്നിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിത് വാങ്ങി. സത്യം പറയുള്ളൂ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആകെ ഒറ്റ വട്ടം മൈസൂരിൽ പോയപ്പോൾ പാനിപൂരിയാണ് കഴിച്ചത്, അത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു നല്ല മുടിയൊക്കെ കളർ ചെയ്തിട്ടുള്ളൊരു കുട്ടീനെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തത് ട്രൈ ചെയ്ത് എന്താ മസാലപ്പൂരിയാണെന്ന് തോന്നുന്നത്. മറ്റേത് മുന്നേ തിന്നതിനെ കൊണ്ടായിരിക്കും ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ നാത്തൂന് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കണ്ടിട്ട് എന്തോ തോന്നിയിട്ടായിരിക്കും മക്കളൊന്നും ഇത് കഴിച്ചിട്ടില്ല. എന്താ ഞങ്ങൾ മാത്രം തന്നെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ബീച്ചിലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ പോയി. കാരണം അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് പോയി. മക്കളോടൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കരുത്, നിസ്കാരം തുടങ്ങും ഇപ്പം എന്നൊക്കെ പറഞ്ഞ് മക്കളെയൊക്കെ അടുക്കി ഒതുക്കി നിർത്തിക്കണേ. സംഭവം എന്താ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെന്തോ ഹറമിലെ ഇമാമറ്റോ ഇവിടെ വന്നിട്ട് എന്തോ പ്രസംഗത്തിനേറ്റവും വേണ്ടി വന്നതാണ്. അപ്പോൾ മൂപ്പരാണ് ഇവിടെ ഇമാമായിട്ട് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിച്ച്, കാരണം അവർ ജമ്മും കസറായിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മഗ്‌രിബ് നിസ്കരിച്ച്, പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ ഇശാവും കൂടി നിസ്കരിച്ച്, അപ്പോഴത്തേക്ക് ഇരുട്ടായിട്ടുണ്ട്. ഇശാവും കൂടി നിസ്കരിച്ചിട്ട് അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും അവിടെ പ്രസംഗമൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് മക്കൾ കടയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ അവിടെ തീരെ ഇരിക്കുന്നില്ല. കാരണം പ്രസംഗത്തിൻ്റെ ഒച്ചോ ആളുകളുടെ തിക്ക് കൂട്ടലും എല്ലാം അതിനെ കൊണ്ടായിരിക്കും ഞങ്ങളൊന്ന് മാറിയിരുന്ന്. പിന്നെ അവരുടെ കരിച്ചിൽ കേട്ട് ബാക്കിയുള്ളവർക്കും പ്രശ്നം ഉണ്ടാവേണ്ട വിചാരിച്ച് ഞങ്ങൾ വേഗം ഒന്ന് അവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി എന്നിട്ട് അവിടുന്ന് ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊന്നും തിന്നാത്തതിനെ കൊണ്ട് അവർക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൽ അച്ചാറൊക്കെ തേച്ചിട്ട് തിന്ന്. ഇത് ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ളതാണ്. ഇവർ പിന്നെ വന്നപ്പം മുതലുള്ള കളി തുടങ്ങിയതാണിത്. പിന്നെ ഈ സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ പിന്നെ ഇരുന്നോളും. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇത് കണ്ണിലേക്കായപ്പോൾ അവൾക്ക് തന്നെ മനസ്സിലായി ഇത് താത്തി പിടിക്കണമെന്ന്. പിന്നെ അവൾ തന്നെ താത്തി പിടിച്ച്. പിന്നെ ഉമ്മ ബീച്ചിലുണ്ടീനു. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഐശ്വര്യത്തിൽ നിന്ന് വാങ്ങി കഴിക്കരുത്, മഞ്ഞപ്പിത്തൊക്കെ ഉള്ളതാണെന്ന്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധമാണല്ലോ. പിന്നെ നാത്തൂനതൊന്നും തിന്നാത്തതിനെ കൊണ്ട് കാടമുട്ട ചായയും കുടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ അതും കൂടി കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് മക്കളൊക്കെ ഭയങ്കര പൊരിഞ്ഞ കളിയിലാവട്ടെ. പിന്നെ അവരുടെ കൂടെ ഞങ്ങളും കുറച്ച് നേരം കളിച്ചുകൊണ്ട് നിന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ തല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കരിച്ചിലും വീച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഒരാൾ ഒരു പാത്രം എടുക്കുമ്പോൾ ആ പാത്രം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം അത് അവിടെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ പാത്രത്തിനെ ചൊല്ലിയിട്ടാണ് കരിച്ചിലൊക്കെ തുടങ്ങുന്നത്. പിന്നെ കുറേ നേരം അവൾ കരിഞ്ഞുകൊണ്ട് നിന്നാൽ കെട്ടായിട്ട് മറ്റുള്ളവട്ട് കൊടുത്തിട്ടും ഇല്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ട് അവിടുത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നേ. ഞങ്ങൾക്ക് ഇപ്പോൾ വരണോ, ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് 2 വണ്ടി മുന്നിൽ പോകാൻ കഴിയുള്ളൂ ഇനി. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും ഞങ്ങളവിടെ ഇങ്ങനെ പിന്നെ മക്കളൊക്കെ ഓടി കളിക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടെ പ്രശ്നം. മക്കളെ കൈമേൽ ബലൂണ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഓരോരു പോക്ക് പോകും. പിന്നെ ആ പൈസ കൊടുക്കാൻ എന്താ ഞങ്ങളെ പിറകെ വരാല്ലാണ്ട് മക്കൾ ഭയങ്കര വാശിയായിരിക്കും ആ ടൈമിൽ.
അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഓടി കളിക്കാൻ തുടങ്ങി. ഇവിടെ മൊത്തത്തിൽ അവർ വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രസംഗം കഴിഞ്ഞപ്പം തന്നെ അവിടുത്തെ വളണ്ടിയേഴ്സൊക്കെ വന്നിട്ട് നല്ല പോലെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അവർ നിന്ന ഭാഗം മൊത്തം അവർ ക്ലീൻ ചെയ്തിട്ടാണ് അവിടുന്ന് പോയത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോഴത്തേന് ഇതവരിപ്പൻ്റെ കയ്യിൽ നിന്നും പിന്നെ സാധനം വാങ്ങിപ്പിച്ച് അങ്ങനെ കുറേ നേരമായല്ലോ കഴിച്ചിട്ടൊക്കെ. ഇനിയിപ്പോൾ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് സർബത്ത് വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു അബ്ദു എന്ന് പറഞ്ഞൊരു മോനെ കണ്ടത്. അങ്ങനെ അവന് വരെ കൂടെ കൂടി കുറേ നേരം അവരുടെ കൂടെ കളിച്ച് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന്. അവരുടെ ഫാമിലി അവിടെ ഉണ്ട്, അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ഇവർ അങ്ങോട്ട് കളിച്ചിരുന്ന്. പിന്നെ അതാ നല്ല ഇരുടാവുന്നുണ്ട്, ഇരുടായിക്കുന്നു. ഒരു പ്രത്യേക ഒരു രസമാണ് ഈ രാത്രി കാലങ്ങളിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയില്ല, പക്ഷെ ഒരു നല്ലൊരു രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്